ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗേസ്. നമ്മളിന്ന് മൈൻക്രാഫ്റ്റിൻ്റെ പാർട്ട് 2 സീരീസാണ് ഗേസ് ചെയ്യുന്നത്. ഗേസ് നമുക്ക് അതിൽ നിന്ന് നമ്മളെ സോംബീൻ്റെ മറ്റേ ഇത് കിട്ടി ഗേസ്. ഗേസ് നമുക്കിവിടെ വില്ലേജേഴ്സിനെയൊക്കെ അടച്ചു വെക്കണം ഗേസ്. നമുക്ക് ഫുഡും കുറച്ച് ഒപ്പിക്കണം. നമ്മളിപ്പോൾ സ്ക്വാഡൊന്നും നമ്മൾ എടുത്തു വെച്ചിട്ടില്ല. നമുക്കിനി കുറേ പണികളുണ്ട്. മരമൊക്കെ വെട്ടണം ഇനി അവിടെ പോയി. എന്തായാലും കേസ് നമ്മൾ ഈ ഒരു സീരീസ് കേസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും കേസ്. നമുക്ക് നെതർ ഓപ്പൺ ചെയ്യണം, എൻഡ് പോർട്ടലും കണ്ടുപിടിക്കണം. എൻഡർമാന് എൻഡർമാനുണ്ട് കേസ്, അതിനെ നമുക്ക് ആ കൊല്ലണം കേസ്. പിന്നെ നമുക്ക് അങ്ങോട്ടൊരു മരങ്ങൾ നടണം, കൃഷി സ്റ്റാർട്ട് ചെയ്യണം. ഒരുപാട് പണികളുണ്ട് കേസ്. നമുക്കിപ്പോൾ തന്നെ നമുക്ക് മരമൊക്കെ ഈ മരം മൊത്തത്തിൽ വെട്ടിയെടുക്കണം. മരം വെട്ടിയെടുക്കാൻ സമയം കിട്ടുന്നില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ. ഈ മരം വെട്ടുന്ന ആക്സ് ഉണ്ടാക്കണം, എന്നാലും പാടാ. ഈ സ്റ്റോൺ ആക്സ് ഉണ്ടാക്കേണ്ടി വരും. പിന്നെ ഇനിയിപ്പോൾ വീട്ടിൻ്റെ അവിടെ ആയിട്ട് ചെറിയ മരങ്ങളെ വിളിക്കുന്നതെങ്കിൽ പാടില്ല, അങ്ങ് വെട്ടി അങ്ങ് എടുക്കാം. പിന്നെ വലുതാണെങ്കിൽ ഒരുപാട് കപ്പാസിറ്റി കാണും കേസ്. അപ്പോൾ നമുക്ക് ഈ 2-3 മരങ്ങളൊക്കെ വെട്ടി ഇടാം. ഇപ്പോൾ നമുക്ക് ഒരു 10 തടി എന്താ കിട്ടിയിട്ടുണ്ട്. ഇപ്പം കേസ് 10 തടി തന്നെയൊക്കെ 10 തടി കിട്ടിയിട്ടുണ്ട് കേസ്. അത് നമുക്ക് പ്ലൈവുഡ് ആക്കി എടുക്കാം. നെതറൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കേസ് പൊളിയായിരിക്കും കേസ്. നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഡെഡൊക്കെ ആവേണ്ട വരും. നമുക്ക് ഈ ഫുഡ് ഹങ്കർ ആയിട്ടില്ലേ, ഹങ്കർ വരുമ്പോഴത്തേക്കും അത് നമ്മൾ ഡെഡ് ആവേണ്ട വരും. ഇന്നൊന്നും നമുക്കിപ്പോൾ ഫുഡ് ആദ്യമേ കൃഷി ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഒരുപാട് പണികളുണ്ട് കേസ്. നമുക്ക് വീട് അപ്ഗ്രേഡ് ചെയ്യണം, ഒരുപാട് പണിയുണ്ട് കേസ് നമുക്ക്. എന്തായാലും നമ്മളിപ്പോൾ ഒരു കുട്ടാസ് വീടാണ്, സ്പേസ് ഒന്നും ഇല്ല വീട്ടിൽ. നമ്മളിപ്പോൾ ചെസ്റ്റും കൂടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാവേ കേസ്. നമുക്ക് നോക്കണം. ഇത് അങ്ങനെ കളിക്കാത്തതുകൊണ്ട് മറന്നുപോയി കേസ്. ഇത് കാണിക്കുന്നില്ല കേസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കേസ്. നമുക്ക് ബ്ലാക്ക് സ്മിത്തിൻ്റെ അവിടെ പോയിട്ട് അവിടുത്തെ മറ്റേ ചെസ്റ്റ് എടുക്കാം കേസ്, അതേ നടക്കത്തുള്ളൂ. പിന്നെ നമുക്ക് വീട് ഇൻക്രീസ് ആകണം. പിന്നെ ഇവിടെ വുഡും കുറവാണ് കേസ്. എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. എല്ലാം നമ്മൾ പിന്നെ ഒപ്പിക്കും കേസ്. നമുക്ക് പിന്നെ കൃഷിയൊക്കെ ചെയ്യും കേസ്. നമ്മൾ വേറെ വഴിയില്ല. കേസ് നമുക്ക് ഇതങ്ങ് പൊളിച്ചെടുക്കാം. നമുക്ക് മറ്റേ കുന്തമൊക്കെ കിട്ടിയിട്ടുണ്ട് കേസ്. എന്തായാലും നമുക്ക് അടുത്ത ഈ ബ്ലാക്ക് സ്മിത്തിൻ്റെ ഇങ്ങോട്ട് വരാം. സോ ഡയമണ്ടൊക്കെ ഇരിപ്പുണ്ട് കേസ്. എന്തായാലും നമുക്ക് എല്ലാം ഇവിടെ എടുത്ത് കേസ്. ഈ ഡയമണ്ട് കുണ്ടത്തിന് അഴുകാം. ഈ ഡയമണ്ട് ആ കുത്തിലേക്ക് ഇടുന്ന ആ സാധനം എന്നൊക്കെ പറയുമ്പോൾ ആ സാധനങ്ങൾ വെച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരുന്നു കേസ്. പൂച്ചക്കുഞ്ഞ് കേസ്. എൻ്റെ വീടും കേസ് നമുക്കൊന്ന് പോകണം കേസ്, പെട്ടെന്നാണ്. ഇവൻ നമുക്ക് കൊല്ലണം കേസ്. എന്തെന്താ കേസ്, നമ്മൾ പൊട്ടറ്റോ കൊടുത്തു കഴിഞ്ഞാൽ സാധനങ്ങൾ തരുന്നു. ഇപ്പം അവനെ കൊല്ലുന്നില്ല, പിന്നെ സമയമാകുമ്പോൾ അവനെ കൊല്ലാം. ഡോട്ട് വെച്ചിട്ട് ഇവിടെ ഒരുത്തനെ അടച്ചു വെച്ചിട്ടില്ലേ കേസ്. എത്രയും പെട്ടെന്ന് കേസ് ഓടി വരുന്ന കേസാണ്. ഭാഗ്യത്തിന് മാത്രം അടച്ചിട്ടുണ്ട്. പിന്നെ കട്ടിലും എടുത്തിട്ടുണ്ട് കേസ്. കൊടുത്ത എനിക്ക് കട്ടിലില്ല ഡാമേജ് കിട്ടി സൈഡിന്. കട്ടിലും സെറ്റാക്കി റീസ്പോണും സെറ്റാക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഒരിടത്തേക്ക് എവിടെ എടുത്ത് വെക്കും, മണ്ണിൻ്റെ അടി വെക്കാം കേസ്. സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നോക്കാം നമുക്ക്. അതുകൊണ്ട് നമുക്കിനി കുറേ സാധനങ്ങൾ കൊണ്ടുവരാം. നമുക്കിനി ഹണ്ടിങ്ങിനുള്ള സാധനങ്ങൾ എല്ലാം സെറ്റ് ചെയ്യണം. ഇവിടെ കശാപ്പ് സെൻ്ററൊക്കെ ഉണ്ടാക്കേണ്ടി വരും.
നമുക്ക് കയറൊപ്പിക്കണം ഗേസ്. പിന്നെ അയ്യോ ഗേസ്, എന്തുവാന്ന് എനിക്കറിയാൻ പറ്റിയില്ല. അതിൽ കയറി ഡാമേജ് വരുമോ? ഞാൻ അതിൽ പോയി കയറിയാൽ നിന്ന് ഗേസ്. ഇനിയിപ്പോൾ നമുക്ക് നേരെ കൃഷി സ്ഥലത്തേക്കല്ലോ പോകേണ്ട വരും. സാധനങ്ങൾ ഒപ്പിക്കാം ഗേസ്. പിന്നെ ഇവിടെ ഒരു കേവ് ഉണ്ട് ഗേസ്. ഇപ്പം ഇറങ്ങണ്ട ഗേസ്. കേവിൽ ഇറങ്ങിയിട്ട് പണിയൊന്നും കിട്ടണ്ട ഇപ്പം. ഗേസ് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ മേളിൽ ഒരു അയൻകുളത്തിന് ഞാൻ കൊന്നല്ലേ, അറിയാൻ വയ്യ ഗേസ്. നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് ഇവിടെ കയറിയിട്ട് ഇവിടെ ഒരു വില്ലേജറുണ്ട് ഗേസ്, കൃഷിയിലേക്കുള്ള. അപ്പം നമുക്ക് ഇവിടെ നിന്ന് വല്ലതും കിട്ടുമോയെന്ന് നമുക്ക് ചുമ്മാ ഒന്ന് കയറി നോക്കിയിട്ട് പോവാം ഗേസ്. സഞ്ചിയുണ്ട് ഗേസ്, നമുക്ക് ഇതിൽ നിന്നെല്ലാം അങ്ങ് എടുത്തേക്കാം. നമുക്ക് അത്യാവശ്യം വന്നാൽ തിന്നാലോ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ബ്രെഡൊക്കെ നമുക്ക് എടുത്ത് വെച്ച് നമുക്ക് കൊണ്ടുപോകാം. നമുക്ക് അങ്കർ വരുമ്പോൾ എടുക്കാം ഗേസ്. ഒരു വില്ലേജർ വില്ലേജർ ഇവിടെ വന്ന് നിൽക്കുന്നു ഗേസ്. മെളി മരം ഏതുകൊണ്ടായിരിക്കും ഗേസ്. കുറച്ച് ഡേർട്ട് പെട്ടെന്ന് പൊട്ടിച്ചിട്ട് ഗേസ് നമുക്കത് ഇവിടെ വെച്ചു കൊടുക്കാം. ഓക്കെ ഗേസ്, നമ്മൾ ഇറങ്ങണം താഴോട്ട്. ഗൈസ് നമ്മൾ അയൻകോളം ഉണ്ടാവുന്നുണ്ട് ഗൈസ്, അവനെ കൊല്ലണം ഗൈസ്. നമുക്ക് കണ്ട് അയൻ ഒപ്പിക്കാം. അവൻ പ്രൊട്ടക്റ്ററാണ്, എന്നാലും നമ്മളിപ്പോൾ ഇവിടെ പ്രൊട്ടക്റ്ററായി വന്നല്ലോ. വില്ലേജേഴ്സിനൊക്കെ അകത്തിടാം പ്രൊട്ടക്റ്ററായതുകൊണ്ട് ഗേസ്. നമുക്കിതിൽ ഫുഡും എല്ലാം എടുത്ത് ഇതിൽ തന്നെ വെക്കാം ഗേസ്. പിന്നെ നമുക്ക് വല്ലതൊക്കെ ഉണ്ടാക്കേണ്ട വരും ഗേസ്. ഇനിയും ഇതുങ്ങൾ ഒരു അയൺ പിക്കാക്സ് ഉണ്ടാക്കണം. എന്നിട്ട് നമുക്ക് സ്റ്റോൺ വെക്കാം. അയൺ നമ്മൾ ഒരു പ്രാവശ്യം മൈൻ ചെയ്യാനൊരു സ്ഥലം കണ്ടുപിടിക്കണം ഗേസ്. നമുക്ക് മൈൻ ചെയ്യാനും എല്ലാം ഒപ്പിക്കണം. പിന്നെ നമുക്ക് എല്ലാം സെറ്റ് ആകണമെങ്കിൽ നമുക്ക് ഈ മൈൻക്രാഫ്റ്റിന് അത്ര അറിഞ്ഞുകൂടാത്തതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ഇതൊക്കെ പഠിക്കാൻ വേണ്ടി നമ്മൾ നോക്കണം. ഇവിടെ പെട്ടെന്ന് നമുക്ക് പോകണം. അയൺ പിക്കാക്സ് എടുത്തിട്ടുണ്ട് ഗേസ്. എന്ത് ഗേസ്, ലെവലാണ് ഗേസ്. പിന്നെ നമുക്ക് ഒബ്സീഡിയൻ ബ്ലോക്കാം. ആ സാധനം നമുക്കിത് മുറിച്ചെടുക്കണം. ഈ സാധനം വെച്ച് പൊട്ടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അതാ ഡയമണ്ട് വേണമെന്ന് അറിയാൻ വയ്യ എനിക്ക്. ഇത് പെട്ടെന്ന് പൊട്ടുമോ ഗേസ്? എന്ത് ഗേസ് പൊട്ടാത്തത്? പൊട്ട്. ആ ഗേസ് പൊട്ട്. പൊട്ടി കിട്ടിയില്ല ഗേസ്. നമുക്ക് ഈ അയൺ വെച്ച് ഗോൾഡ് മൈൻ ചെയ്യാൻ പറ്റും. നമ്മൾ ആ ഗോൾഡ് അങ്ങ് പൊട്ടിച്ചെടുത്തിട്ട് ഇവിടെ തന്നെ നമുക്ക് ഗോൾഡും കാണും. നോക്കട്ടെ ഗോൾഡൻ പിക്കാക്സ്. യെസ്, ഗോൾഡൻ പിക്കാക്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. എന്തൊക്കെയൊക്കെ ഇതുണ്ട്, നല്ല തിളങ്ങുന്നു ഗേസ്. ഇത് വെച്ചെടുത്തുമ്പോൾ ഗേസ് കുറച്ചും കൂടി പെട്ടെന്ന് ഇളകുമെന്ന് തോന്നുന്നല്ലോ. അതുകൊണ്ട് ഗേസ് യൂസ്ഫുള്ളാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് കിട്ടിയില്ല ഗേസ്. അപ്പോൾ ഡയമണ്ട് പിക്കാക്സ് ആയിരിക്കും ഗേസ് നമുക്ക് ഒബ്സീഡിയൻ ബ്ലോക്ക് മൈനിങ് ചെയ്യാൻ വേണ്ടി. ഡയമണ്ട് പിക്കാക്സ് വേണം ഗേസ്. അപ്പം നമ്മൾ ഡയമണ്ട് പിക്കാക്സ് ഒപ്പിക്കണം. അപ്പോൾ ഡയമണ്ട് മൈനിങ് ചെയ്യണം ഗേസ്. പിന്നെ സോംബി വരുന്നു ഗേസ്. നമുക്ക് സോംബിയുടെ ഇന്ന് ഈ ഗോൾഡ് അങ്ങ് മാറ്റിട്ട് ഗേസ്, ഇല്ലെങ്കിൽ ഇപ്പം പണി കിട്ടും. നമ്മളെ സ്ക്വാഡുണ്ട്, അത് വെച്ച് നമുക്ക് തൽക്കാലം അടിച്ച് കൊല്ലാം ഗേസ്.
വുഡായോണ്ട് അത്ര പവർ കാണത്തില്ല ഗൈസ്. എന്തായാലും നമുക്ക് അടിക്കാം, പെട്ടെന്നാവട്ടെ ഗൈസ്. എന്തായാലും അപ്പം തന്നെ നമുക്ക് സ്ലീപ്പ് ചെയ്യാം, അല്ലെങ്കിലേ പിന്നെ പറ്റത്തില്ല ഗൈസ്. എന്തായാലും നമുക്ക് പോയി സോംബീസിൻ്റെ ഫ്ലഷ് എടുത്ത് വെച്ചേക്കാം. ഗൈസ് മറ്റേ വിച്ച് എന്നാണെന്ന് തോന്നുന്നില്ലേ ഗൈസ് എന്ന് പറയുന്നത്. അത് അവിടെ വന്ന് നിൽക്കുന്നു ഗൈസ്. അതിനെ കൊല്ലാൻ നോക്കട്ടെ. അതെടുത്ത് മറ്റേ ആസിഡ് എടുത്ത് എറിയുന്നുണ്ട് ഗൈസ്. നമ്മൾ കൊല്ലണം ഗൈസ് അതിനെ. ഗൈസ് എടുത്ത് എറിഞ്ഞു ഗൈസ്. കൊന്നിട്ടുണ്ട് ഗൈസ്. ക്രീപ്പർ ഗൈസ് അവിടെ പൊട്ടിയും തെറിച്ചെന്ന് തോന്നുന്നു ഗൈസ് ക്രീപ്പർ. നമുക്കിപ്പോൾ എങ്ങനെ എന്നാലും ഈ റെഡ് സ്റ്റോണാണ് മറ്റേ ആ സാധനം, റെഡ് സ്റ്റോൺ എന്നാണോ ഇതിന് പറയുന്ന ആ സാധനം കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇതിൽ വയർ കണക്ഷന് വരുകയാണെന്ന് തോന്നുന്നു ഗൈസ് ഇത് കൊടുക്കുന്നത്. ഇത് മൈനിങ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്തായാലും ഗൈസ് നമുക്കിപ്പം നല്ല ഡാം കിട്ടിയിട്ടുണ്ട് ഗൈസ്. അതെന്തുവാ ഗൈസ് ഡാമേജ് കിട്ടുന്നത് നമുക്ക് അവിടെ പോകുമ്പോൾ ഡാമേജ് കിട്ടുന്നു ഗൈസ്. അതെന്തുവാണെന്ന് അറിയാൻ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. നമുക്ക് ഇനിയും കുറേ പണികളുണ്ട് ഗൈസ്. നമ്മളിപ്പം കുറച്ച് ഫുഡ് സാധനങ്ങളൊക്കെ ചെയ്തെടുക്കണം ഗൈസ്. രണ്ടാമത്തെയും കൂടിയാണ് എടുത്തു വെച്ചിട്ടുണ്ട് ഗൈസ് നമ്മൾ. എന്നിട്ട് നമുക്ക് പോയി വെള്ളത്തിനെ കൊന്നിട്ടൊക്കെ വരാം ഗൈസ്. പെട്ടെന്ന് നമുക്ക് 3 കിട്ടിയിട്ടുണ്ട്. അടുത്തത് എവിടെ ഗൈസ്? എവിടെ ഗൈസ്? നമ്മളെ പശു ഉണ്ട്. നമ്മൾ അമ്മണി പശുവിനെ നമ്മളെടുത്തു ഗൈസ്. അടുത്തത് നോക്കട്ടെ ഗൈസ്. ഗൈസ് ദാ നിൽക്കുന്നു ഗൈസ്. ഇവനെയും കൊല്ലണം. ഇത് നമ്മളെ തുപ്പും ഗൈസ്, മറ്റേ ജീവി ഗൈസ്. അത് തുപ്പുന്നതുകൊണ്ട് തന്നെ അതിന് നമുക്ക് വേണ്ട ഗൈസ്. അത് തുപ്പും നമ്മളാ. മറ്റേവനുണ്ട് ഇവിടെ. മറ്റേവൻ ഇൻവിസിബിളായ ഇല്ല അല്ലേ ഗൈസ്? അത് അവനെവിടെ? കയറ് പൊട്ടി. എന്തായാലും ഇവനെയും കൂടി കൊല്ലാം ഗൈസ്. എന്തോ കയറാണെന്ന് തോന്നുന്നു ഗൈസ്. മൈൻക്രാഫ്റ്റിലെ കയറാണ് ഗൈസ്. നമുക്ക് കുറച്ച് ഡേർട്ടും കൂടി ഒപ്പിച്ചിട്ടുണ്ടാവും. ഡേർട്ട് ഓക്കെ ഗൈസ്. ഇനി അടിക്കട്ടെ ഗൈസ്. ഇപ്പോൾ 3 ബ്ലോക്ക് നിൽക്കുന്നതുകൊണ്ട് അടിക്കാൻ പറ്റത്തില്ല ഗൈസ്. അയങ്കോളം എന്നെ അടിച്ച് ഗൈസ്. അയങ്കോളം എന്നെ അടിച്ച് ഗൈസ്. അതെങ്ങനെ ഗൈസ് എന്നെ അയങ്കോളം അടിച്ചത്? നമുക്കിതിപ്പം അയങ്കോളത്തിനെ തിരിച്ചടിച്ചേ പറ്റത്തുള്ളൂ ഗൈസ്. എങ്കിൽ അത് നാണക്കേടാണ് ഗൈസ്. നമ്മൾ എന്തായാലും പോയി അടിച്ചിരിക്കും. അയങ്കോളത്തിന് ഇപ്പം തന്നെ പോയി അടിച്ചിരിക്കും ഗൈസ്. നമ്മൾ അടിക്കാറായി ഗൈസ് അയങ്കോളം. അത് നമുക്ക് ഒട്ടും പിടിക്കത്തില്ല നമ്മളിങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ പോവുക, എല്ലാം നമ്മൾ എടുക്കുക. നമ്മൾ അത്രയും സാധനം കൈ വെച്ചിരുന്ന സമയത്താണ് നമ്മൾ ഈ അയങ്കോളം ഇതും ഇല്ലാതെ അടിച്ചത്. അപ്പോൾ നമ്മൾ ഈ ഡേർട്ട് നമ്മൾ പൊട്ടിച്ചെടുത്ത് വീണ്ടും ഇത്രയും ഡേർട്ടിൽ തന്നെ നമ്മൾ നിന്ന് അയങ്കോളത്തിന് അടിക്കുന്നതായിരിക്കും ഗേസ്. ഇവിടെ എന്ത് ഗേസ് നിൽക്കാൻ പറ്റാത്ത ഗേസ് അടിച്ചോ? ഇല്ല ഗേസ്, സെറ്റായി ഗേസ്. ഇങ്ങനെ നിൽക്കണം ഗേസ്. അയങ്കോളത്തിന് അടിക്കാൻ വേണ്ട സ്ക്വാഡിൻ്റെ ലൈഫ് പെട്ടെന്ന് കുറയുന്നു ഗേസ്. സ്ക്വാഡും പോയി ഗേസ്. ഇനിയിപ്പം കൈ വെച്ച് അടിക്കാം. കിട്ടിയിട്ടുണ്ട് ഗേസ്. അയം കിട്ടിക്കാണും. എനിക്ക് ഒരു 3 അയം വേണം. 3 അയം കിട്ടി. പിക്കാക്സ് ഉണ്ടാക്കാൻ കൃത്യം 3 എണ്ണം തന്നെ കിട്ടിയിട്ടുണ്ട് ഗേസ്. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ വീട്ടിലോട്ട് പോകണം. നമ്മളെ വീടെന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്ഥലമാണ്. അത് ഇൻക്രീസ് ആക്കും ഗേസ്. നമ്മൾ എന്തായാലും നല്ലോണം പണിയും ഗേസ്. നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇപ്പോൾ തന്നെ ഇനി ഉണ്ടാക്കണം ഗേസ്. കുറേ സാധനങ്ങൾ നമ്മൾ സ്റ്റോർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഗേസ്. ഇനി നമുക്ക് എന്താ വേണമെന്ന് നോക്കാം ഗേസ്. കുട്ടി വില്ലേജർ ഗേസ്. കുട്ടി വില്ലേജർ ഗേസ്. നമ്മളിവിടെ വെച്ച് ഗേസ് കഴിഞ്ഞ് ഡെഡായല്ലേ നേരത്തെ ഗേസ്. അത് കഷ്ടപരിപാടിയായിരുന്നു ഗേസ്. ഇത് നമ്മളെ ഗോൾഡൻ ബൂട്ട്സ് അവിടെ ഇപ്പോണ്ട് ഗേസ്. നമുക്ക് അതിട്ടിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ ഈ പിഗ്
ഉണ്ടല്ലോ ഗൈസ് അവിടുത്തെ നെതറിൽ അത് അറ്റാക്ക് ചെയ്യത്തില്ല. ഗോൾഡിൻ്റെ വല്ല ഇടണം. അപ്പം എനിക്ക് നമുക്ക് ഗോൾഡ് കട്ട വിളിച്ചുകൊണ്ട് അത് വെച്ചാൽ ഹെൽമെറ്റും കൂടി ഉണ്ടാക്കാം ഗേസ് പെട്ടെന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നാട്ട് ഗേസ് നമുക്ക് പെട്ടെന്ന് ഇവിടെ എല്ലാം നോക്കാം ഗേസ്. എന്തായാലും ഇന്ന് ഇത്രയും വീഡിയോ ഉള്ളൂ ഗേസ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം ഗേസ്. ബൈ.